തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥി ആറ്റിങ്ങിൽ നിന്ന് കണ്ടെത്തി. റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു വെച്ചിരുന്ന ആഷിഖിനെ പിന്തുടർന്നെത്തിയ പോലീസാണ് രക്ഷപ്പെടുത്തിയത്. ഗുണ്ടാസംഘത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. MG പ്രതീഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം ചേർന്നു. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കാറിൽ 2-3 പേർ വന്ന് ഈ ആഷിഖിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി. ഇപ്പോൾ 2-3 പേർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതിന് 2 ദിവസം മുമ്പും ഇതുപോലെ വന്ന് ബൈക്കിൽ ഇവിടെ വെച്ചല്ല, ആറ്റിങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ടാണ് ബൈക്കിൽ വന്ന് 2 പേർ വിളിച്ച് കയറ്റി പിന്നെ കൊണ്ടുപോയി അതൊരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും കഞ്ചാവൊക്കെ വലിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ തിരിച്ചിങ്ങോട്ട് ചീത്ത വിളിക്കുകയും പോലീസുകാരുടെ അടുത്ത് കൊടുത്ത് സംസാരിച്ചപ്പോൾ പോലീസുകാരെയും ചീത്ത വിളിക്കും, അങ്ങോട്ട് ചീത്ത വിളിച്ച് അങ്ങോട്ടായി. പിന്നെ അവൻ ആരെ വേണം, ഇതിൽ ആരോ അവനെ ചീത്ത വിളിച്ച ആളിനെ കൊടുക്കുകയാണെങ്കിൽ ഇവനെ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാരുടെ സംസാരിച്ച ശേഷം പിന്നെ അതങ്ങ് നിർത്തി. അവർ പിന്നെ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. പ്രതീഷ്, 10ാം ക്ലാസ്സുകാരനെ ഗുണ്ടാസംഘം ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പിന്നിലെ മോട്ടീവ് എന്താണ്? പ്രത്യേകിച്ച് സമാനമായ നേരത്തെയും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് ബന്ധുക്കളടക്കം വെളിപ്പെടുത്തുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? മോട്ടീവ് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമാണ്? സുഹൈൽ, 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉണ്ടാകുന്നത്. കാരണം സമാനമായ സംഭവം നേരത്തെയും ഉണ്ടായി എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് നടന്നത് രാത്രി 7 മണിയോടുകൂടി 4-അംഗ സംഘം കാറിലെത്തുകയും വീട്ടിൽ കയറി ബലമായി ഈ മംഗലപുരം സ്വദേശിയായ ആഷിഖിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്ന് മംഗലപുരം പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകി. ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് ഈ കാർ പോയതെന്ന പോലീസിന് വിവരം ലഭിക്കുകയും ഇവരെ പിന്തുടർന്ന കീഴാറ്റിങ്ങൽ ഭാഗത്ത് വെച്ച ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പോലീസ് കാണുകയായിരുന്നു. കീഴാറ്റിങ്ങലിൽ ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ആഷിഖിനെ പോലീസ് പിന്തുടർന്ന് കണ്ടുപിടിച്ചത്. 4-അംഗ സംഘമുണ്ടായിരുന്നു. ഇതിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ കാറിൽ രക്ഷപ്പെട്ടു എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർ ഗുണ്ടാ സംഘങ്ങളാണ് എന്നതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഈ ബന്ധുക്കൾ നൽകിയ പ്രതികരണത്തിൽ ഈ നേരത്തെ ഇതുപോലെ ഈ ആഷിഖിനെ തട്ടിക്കൊണ്ടു പോവുകയും നിർബന്ധിപ്പിച്ച് കഞ്ചാവ് ഉപയോഗിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം പറയുന്നുണ്ട്. ഇതിൽ ലഹരി മാഫിയയുടെ ബന്ധം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കസ്റ്റഡിയിലായ 2 പേരെയും മംഗലപുരം പോലീസ് നിലവിൽ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു 10ാം ക്ലാസ്സുകാരൻ ഒരു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ട് പോയത് എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നതാണ് പോലീസും അറിയിക്കുന്നത്. ശരി സുഹൈൽ, ഗുണ്ടാസംഘങ്ങൾ നിർബാധം വിലസുകയാണ്. ഏത് കേസ് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ അതിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ലഹരി മാഫിയ ബന്ധമില്ലാത്ത കേസുകൾ സമീപ കേരള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും ഗൗരവകരമായി കാണേണ്ട വിഷയം കൂടിയാണ്.